ഇറാന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ എത്ര നാൾ ഇറാന് തനിച്ച് ഇതിനെ പ്രതിരോധിക്കാനാവും എന്ന് മാത്രമല്ല, മറുവശത്ത് അമേരിക്കയോ ബ്രിട്ടനോ രംഗത്ത് വന്നാൽ എന്താകും സ്ഥിതി എന്നുള്ളതിനെ കുറിച്ച് ലോകത്ത് വലിയ ചർച്ച നടക്കുന്നുണ്ട്. യുദ്ധ വിശകലന വിദഗ്ധന്മാർ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നിർണായകമാകുന്നത് മൂന്ന് പേരുടെ നിലപാടുകളാണ്. ഒന്ന് മോസ്കോയുടേതാണ്, മറ്റൊന്ന് തുർക്കിയുടേതാണ്, മറ്റൊന്ന് ബെയ്ജിംഗ് അല്ലെങ്കിൽ ചൈനയുടേതാണ്. ഈ മൂന്ന് രാജ്യങ്ങളുടെയും തന്ത്രപ്രധാനമായ നിലപാട്, അവരുടെ അഭിപ്രായം ഇതാണ് ഈ യുദ്ധത്തിന്റെ ഗതി മാറ്റാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഏതോ ഒരു യൂട്യൂബർ തട്ടുന്നത് കേട്ടു, റഷ്യ വന്ന് ഇറാനിൽ ബേസ് ഉണ്ടാക്കാൻ പോകുന്നു, യുദ്ധത്തിന്റെ ഗതി മാറുന്നു എന്നൊക്കെ പറഞ്ഞു. യുദ്ധസമയത്ത് വാർത്തകൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, അതിൽ പലരും ഷെയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ പേജിൽ കൂടി വരാറുള്ളത് കൊണ്ടാണ് പറയുന്നത്, വെറുതെ ആവേശം കത്തിക്കാൻ വേണ്ടി ബോഗസായി ഇല്ലാ കഥകൾ പറയുന്നതിനെ ദയവായി വിശ്വസിച്ച് ആവേശം കൊള്ളരുത്. അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. ഈ യുദ്ധത്തെ വിലയിരുത്തുമ്പോൾ വളരെ ദീർഘനാൾ യുദ്ധം ചെയ്ത സൈനിക ശക്തിയിലും വലിപ്പത്തിലും ബാക്കിയുള്ള കാര്യങ്ങളിലുമൊക്കെ ഇറാന് മേൽക്കൈയുണ്ടെങ്കിലും സാങ്കേതിക മികവിലും ടെക്നോളജിക്കൽ പെർഫെക്ഷനിലും ബാക്കിയുള്ള സംഗതികളിലൊക്കെ മുന്നിൽ നിൽക്കുന്നത് ഇസ്രായേൽ തന്നെയാണ്. അവർക്ക് വളരെ കരുത്തുറ്റ സംവിധാനങ്ങളുണ്ട്. മൊസദ് എന്ന് പറയുന്ന ഏജൻസി ഏറ്റവും ശക്തമായ ഈ ഏജൻസികളിൽ പ്രധാനപ്പെട്ടതാണ്. ഡെഡ്ലി പവറുള്ള ഏജൻസിയാണ്. അത്രമേലൊന്നും ശക്തി ഒരിക്കലും ഇറാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ അകത്ത് കയറി ഈ ഹിസ്ബുള്ളയുടെയും അതുപോലെ ഹമാസിന്റെയും ഒക്കെ പല നേതാക്കളെയും വധിക്കാൻ സാഹചര്യമുണ്ടായതും കൃത്യമായി ഈ യുറേനിയം സമ്പുഷ്ടീകരണ സ്ഥലങ്ങളോ ശാസ്ത്രജ്ഞന്മാരെയോ ഒക്കെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞതുമെല്ലാം മൊസദിന്റെ പ്രവർത്തനം കൊണ്ടാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ അഡ്വാൻറ്റേജ് എപ്പോഴും ഇസ്രായേലിനാണുള്ളത്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇസ്രായേലിനേക്കാൾ ഭീകരമായ വലിപ്പമാണുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ 500 ബോംബ് അല്ലെങ്കിൽ 500 മിസൈൽ ഇറാനിൽ പതിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതത്തിന്റെ 10 മടങ്ങായിരിക്കും 50 മിസൈൽ ഇസ്രയേലിൽ പതിച്ചാൽ ഉണ്ടാവുക. കാരണം രാജ്യം അത്രയും ചെറുതാണ്. അതാണ് അതിന്റെ ഇമ്പാക്റ്റിന്റെ ഡിഫറൻസ്. പക്ഷെ ഇതിന്റെ ഗതി നിർണ്ണയിക്കാൻ പോകുന്നത് 3 രാജ്യങ്ങളുടെ നിലപാടാണ്. ഒന്ന് റഷ്യയുടേതാണ്, മറ്റൊന്ന് തുർക്കിയുടേതാണ്, 3 ചൈനയുടേതാണ്. അതിൽ റഷ്യ ഇറാന്റെ വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു പങ്കാളിയാണ്. അതോടൊപ്പം തന്നെ ഇസ്രയേലുമായും അവർക്ക് നല്ല ബന്ധമുണ്ട്. ഇറാനെ റഷ്യ കാണുന്നത് തങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിലുള്ള ഒരു സായുധ ബന്ധമടക്കമുള്ളവ പങ്കുവെക്കാൻ കഴിയുന്ന, വളരെ വിശ്വസിക്കാൻ കഴിയുന്ന തന്ത്രപ്രധാനമായ ഒരു പങ്കാളിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇറാനുമായി നാച്ചുറൽ ഗ്യാസിന്റെ വിഷയത്തിലും മറ്റു പല വാണിജ്യങ്ങളിലും റഷ്യക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് ഇറാനെ പറ്റേ തകർക്കുന്ന ഒരു സംഗതി റഷ്യക്ക് കണ്ണടച്ച് നോക്കിയിരിക്കാനാവില്ല. എന്നാൽ അതോടൊപ്പം തന്നെ ഇസ്രായേലിനോട് അടുപ്പവുമുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യ ഈ വിഷയത്തിൽ അതിരൂക്ഷമായി ഒരു രാജ്യത്തിന്റെ സോവറിനിറ്റിയെ കടന്നാക്രമിച്ചു എന്ന തരത്തിൽ പ്രതികരിച്ചെങ്കിലും എന്തെങ്കിലും തരത്തിൽ ആയുധങ്ങൾ നൽകുന്നതിനെക്കുറിച്ചോ യുദ്ധത്തിൽ പങ്കാളിയാവുന്നതിനെക്കുറിച്ചോ ഒരക്ഷരവും മിണ്ടിയില്ല. എന്ന് മാത്രമല്ല, അങ്ങനൊരു ഇടപെടൽ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കാൻ കൂടിയാകണം ഡൊണാൾഡ് ട്രംപ് പുടിനെ വിളിച്ച് ഇതിനെക്കുറിച്ച് ബ്രീഫ് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു വാർത്ത വന്നിട്ടുള്ളത്. പക്ഷേ ഈ നിശബ്ദമായ പിന്തുണ ഏത് ഘട്ടം വരെ റഷ്യക്ക് തുടരാനാവും? നേരിട്ട് പിന്തുണ കൊടുക്കേണ്ട സമയം വന്നാൽ റഷ്യ കൊടുക്കേണ്ടി വരില്ലേ എന്നൊക്കെ പറയുന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഏതായാലും ഇറാനെ പോലൊരു രാജ്യത്തെ തങ്ങളുടെ സൗഹൃദ ബന്ധത്തിൽ നിന്നും തന്ത്രപ്രധാനമായ പങ്കാളിയെ തകർക്കുന്നതിന് റഷ്യക്കൊരിക്കലും കൂട്ടുനിൽക്കാനാവില്ല. അതാണ് റഷ്യയുടെ നിലപാട്. ചൈനയ്ക്കും ഇതുപോലെ തന്നെയാണ് സ്ഥിതി. ചൈന ഇറാനിലെ പോർട്ടുകൾ അടക്കം പല സംവിധാനങ്ങളും ഓൺ ചെയ്യുന്നുണ്ട്. ചൈനയും സാമ്പത്തിക വ്യാപാര മേഖലയിലെ ഇറാന്റെ ഒരു വിശ്വസ്ത പങ്കാളിയാണ്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറാണ്. എന്നാൽ അതോടൊപ്പം ചൈനയ്ക്കും ഇസ്രയേലുമായി ബന്ധമുണ്ട്. ചൈന വ്യാപാര സംവിധാനങ്ങളും അത്തരം കാര്യങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോഴും കിട്ടുന്ന അവസരങ്ങളിൽ അവരുടെ സായുധ ശക്തിയുടെ വലിപ്പം കാണിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായപ്പോൾ നമ്മൾ പോസ്റ്റിട്ടും അല്ലെങ്കിൽ ആവേശം കൊണ്ടും നമ്മുടെ രാജ്യത്തോടൊപ്പമാണ് നിന്നതെങ്കിൽ പരീക്ഷിക്കപ്പെട്ടത് ആകാശത്താണ്. റഫേലാണോ നല്ലത്, അതല്ല ജെറ്റ് F-10 ജെറ്റ് F-15 ഒക്കെ ഇറങ്ങുന്ന ചൈനയുടെ ഉപകരണമാണോ നല്ലത് എന്ന് പറയുന്ന ചോദ്യമാണ് ഉണ്ടായത്. അതിന്റെ ഉത്തരം ഒരുപാട് മാധ്യമങ്ങളിൽ വരികയും ചെയ്തു. ആ പറയുന്ന തരത്തിലുള്ള ഒരു സായുധ സംവിധാനങ്ങളുടെ പരീക്ഷണമായി കൂടി ചൈന ഇതിനെ കാണാറുണ്ട്. ചൈനയും ഈ നടപടിയെ അപലപിച്ചിട്ടുണ്ട്. അങ്ങനെ അതിർത്തി കടന്ന് ഇറാനെ ആക്രമിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വീക്ഷിക്കുന്നു എന്ന് മാത്രമാണ് ചൈന ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. തുർക്കിയ ആവട്ടെ എർദോഗനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. തന്ത്രപ്രധാനിയായ ഒരു കള്ളനാണ്.
ഇറാനുമായി നല്ല ബന്ധമുണ്ട് തുർക്കിക്കെങ്കിലും ജിയോ പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ ഇറാൻ അത്ര വിശ്വസ്തനായ ഒരു കാര്യമായി തുർക്കി കാണുന്നില്ല. ഇറാന് സ്വല്പം നാശമുണ്ടായാലും തുർക്കിക്ക് വലിയ വിഷമമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം സിറിയയിലെ വിഷയത്തിൽ തുർക്കിയും ഇറാനും രണ്ട് ചേരിയിലായിരുന്നു. ആ വിഷയങ്ങളിൽ നന്നായി വിയോജിച്ചിരുന്നു. അപ്പോൾ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എർദോഗനെ സംബന്ധിച്ചിടത്തോളം ഒരു കച്ചവടക്കാരനായ കള്ളനായതുകൊണ്ട്, വളരെ കൗശലക്കാരനായതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരുപക്ഷെ അവസാനം ഒരു ഉറച്ച നിലപാട് പറയുന്ന ആൾ മാത്രമായിരിക്കും ഈ തുർക്കിയുടെ എർദോഗൻ. ആദ്യം റഷ്യയാണ് പറയേണ്ടി വരിക, പിന്നെ ചൈനയാണ്, പിന്നെയാവും തുർക്കിയുടെ ഊഴം വരിക. ഇതൊക്കെ സംഭവിക്കുന്നത് ഇറാൻ എത്രത്തോളം ഇതിനോട് പ്രതിരോധിക്കുന്നു, എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കുമെന്നാണ് എൻ്റെ വിലയിരുത്തൽ. കൃത്യമായി ഇത് വിനാശമായി പോകുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നാൽ ഇവരെല്ലാവരും ഉണരും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇക്കൂട്ടത്തിൽ യുദ്ധം മുഴുവൻ അവസാനിപ്പിക്കാൻ ഒരു തീരുമാനമെടുക്കുന്നത് ഒരുപക്ഷെ ഫലസ്തീനും ഗുണകരമായിരുന്നിരിക്കാം. അങ്ങനെ ആകട്ടെ എന്നാണ് ആഗ്രഹവും പ്രതീക്ഷയും. വിനാശകരമാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.